വാട്ട്സ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞാണ് 9:30 ഒരു പാർട്സിൽ വരുമെന്ന്. 9:30 കഴിഞ്ഞ് ഞാൻ ഇപ്പം എഴുന്നേറ്റേ ഉള്ളൂ. അക്ഷയ് എന്നെ വിളിച്ചെഴുന്നേപ്പിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. അവനെ പാർട്സിൽ വിളിച്ചെഴുന്നേപ്പിച്ചപ്പോഴാണ് അവൻ എഴുന്നേറ്റത്. പയ്യനോടെ നിൽക്കുക. പയ്യൻ വന്ന് വിളിച്ചെഴുന്നേപ്പിച്ചപ്പോൾ അക്ഷയ് എഴുന്നേറ്റ്. പിന്നെ എല്ലാം വിളിച്ചെഴുന്നേപ്പിച്ചു അക്ഷയ്. എൻ്റെ വീട്ടിലാരും ഇല്ല, എല്ലാവരും കടലൊക്കെ പോയി. എന്തായാലും അപ്പോൾ ഞാൻ ഇവിടെ വൈപ്പർ ഫ്ലൂ ഇട്ടിട്ടിരിക്കുമായിരുന്നു. പോകാമ്പോൾ നമ്മളപ്പോൾ അക്ഷയുടെ വീട്ടിൻ്റെ അടുത്ത് എത്തി. അവനിപ്പോൾ വരും. അവനെ പിന്നെ പൊക്കിയിട്ട് നമുക്ക് അവൻ്റെ അടുത്തോട്ട് പോകും. അക്ഷയ് എത്തിയിരിക്കുന്നു വോയിസ്. പാർട്സൽ എടുക്കാൻ പോവാ നമുക്ക്. പാഴ്സല് വന്ന് വെയിറ്റായി പോസ്റ്റായി അവനവിടെ. ഞാൻ എന്നെ എണീപ്പിച്ചവരെ ഞാൻ ഉറക്കത്തെ അലാറം എന്താണ് ഇത്ര അടിക്കുന്നത്? കുറെ നേരം നിക്കുന്നില്ല അലാറം. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് കൊറേ കഴിഞ്ഞപ്പോഴത്തേക്ക് കോള്, ചേട്ടാ എവിടാ, പാവം കൊച്ചു പോയടാ. നമ്മളെപ്പോഴും എറണാകുളത്ത് പോകുന്നതല്ലേ, ഇവൻ ആലുവെന്ന് വരിക. ഇവരെനിക്ക് എന്താണ് ബസ്സിന്റെ ടിക്കറ്റിന്റെ വരെ സ്ക്രീൻഷോട്ട് അയച്ചു. അപ്പൊ ഇവിടുന്നായിരിക്കും ഇപ്പൊ ആലുവയിൽ ഇവിടം വരെ വരുന്നു. ഇത്ര ബിൽഡപ്പ് ആലുവയിൽ ഇവിടം വരെ എന്ന് പറയുമ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം ചെറിയ പയ്യനായിരിക്കും. അതെ, പിന്നെ ജസ്റ്റ് അവിടത്തേക്കോട്ട് വരാനുള്ളൊരു ദൂരമേ ഉള്ളൂ. ഇപ്പൊ ചേട്ടൻ വായിരിക്കുന്ന എല്ലാം പറഞ്ഞേരെ. ഇതെന്താ താഴത്തുനിന്ന് വേറെ അതൊരു പയ്യനല്ലേ വഴി വെച്ച് കണ്ടതാ. നിങ്ങൾ പോയി കണ്ടതല്ലേ ആ വീഡിയോ എടുത്തിട്ട് ഫേമസ് ആയത്. ബോയ്സ് ആൻഡ് ഗേൾസ് നമ്മൾ ബസ് സ്റ്റാൻഡ് എത്തി. അവനെവിടെയെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. മുമ്പിലോട്ട് എവിടെയെങ്കിലും സൈഡിൽ കാണും അവൻ. എവിടെയവൻ അവന്റെ അവിടെ അതിനകത്ത് വല്ല ഇരിക്കുമായിരിക്കും. അവനാ ഫസ്റ്റ് ആയിട്ട് ഇവിടെ ഒരു മണിക്കൂർ നിൽക്കുമായിരുന്നു. അവനവിടെ വെയിറ്റ് ചെയ്ത് ഭ്രാന്ത് പിടിച്ചെന്ന് തോന്നുന്നു. എന്താണ് മിസ്റ്റർ പറയൂ, എത്ര നേരമായി? പോസ്റ്റ് ആയിരുന്നല്ലോ ഇവിടെ ഫുള്ളും. ഛേ, ഞാൻ പാദയാത്ര ഇന്നലെ വന്നത്. എന്താ ഒരു ഫേസ് മറക്കുന്നത് നീ? അതെ അതെ. ഹായ്, എടാ എങ്ങോട്ട് പോകുന്നത്? ഓക്കെ, ശരി പറയൂ. ഒന്നും മിണ്ടുന്നില്ലേ? ഇത്ര എക്സൈറ്റഡ് ആയിട്ട് വന്നിട്ട് ഇപ്പൊ ഒന്നും മിണ്ടായിരിക്കുന്നു. എന്നാണൊന്നും പറയാത്ത? ഇത്ര സൈലന്റ് ആയിരുന്നോ ഇവൻ മെസ്സേജിനകത്ത്? ഇപ്പൊ സൈലന്റ് ആണല്ലേ? 9:30 ഒരു എന്ന് പറഞ്ഞാൽ 9 മണിക്ക് എത്തിയത്. അതുകൊണ്ട് അരമണിക്കൂർ എക്സ്ട്രാ പോസ്റ്റാ, അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ പോസ്റ്റാന്നുള്ളത്. ഇതൊന്നും പറയാത്തതാ. ഇതായിട്ട് നീ എങ്ങോട്ട് പോകാനാ വൈകുന്നേരം? എപ്പോഴാ പോകുന്ന? എന്നാ എങ്ങോട്ട് പോകുന്നു? തിരിച്ച് ആലുവ തന്നെയാ? അപ്പൊ നിന്റെ സിസ്റ്ററിനെ എങ്ങോട്ടാ കണ്ട് പോണെന്ന് പറഞ്ഞു? പോയിട്ട് വന്നതാണ്. അവനെവിടെയായിരുന്നു? നീ രാവിലെ തൃശ്ശൂർ പോയാ? അതിട്ട് ഇങ്ങോട്ട് വരുവാണോ? അമ്മ സബ്സ്ക്രൈബർ വന്നിരിക്കുന്നു. സബ്സ്ക്രൈബർ ഇവിടെ സബ്സ്ക്രൈബർ വന്നിരിക്കുന്നു. നോക്കിക്കേ, ആലുവന്ന് വന്നിരിക്കുക. കണ്ടു കേട്ടാൻ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. മെസ്സേജ് മാത്രം കൊടുക്കുന്ന എക്സൈറ്റ്മെന്റ് ആയിരുന്നു. നീ വയസ്സായാടാ, മുടിയെല്ലാം നരച്ചിരിക്കുന്നില്ലാടാ. മാറി നിക്കണേ. എല്ലാവർക്കും ഉണ്ട്. അമ്മ ചോദിച്ചു മേടിച്ചേടാ പ്രോട്ടീൻ ബാർ. അമ്മയ്ക്ക് കൊടുത്തേക്ക്. എല്ലാരും അമ്മനെ വീഴ്ത്തിരിക്കുന്നു പ്രോട്ടീൻ ബാർ കൊടുത്ത്. ഷുഗർ കട്ടാണ്. അവൻ ഹെൽത്ത് കോൺഷ്യസ്. 10 വയസ്സിട്ട് കാണാം. ഇപ്പൊ എത്ര വയസ്സായി വരും? 5 വർഷം ഇട്ടാ വീഡിയോ. ഇട്ടിട്ട് ശരിയാ. അത് കുഴപ്പമില്ലടാ, ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. നിന്റെ കൂടെ നിന്നിട്ട് നീ ക്രിഞ്ചാകുന്ന ഞാനും കൂടെ ക്രിഞ്ചായിക്കോളാം. നീ പറ, നീ ഇപ്പൊ പറയാൻ പോയത് പറ. ക്യാമറ ഓൺ ആക്കുമ്പോ ഷൈ ആന്ന് കേട്ടോ. 3 മില്യൺ ഇവിടെ ഏകദേശം 10-20 ചാനലുണ്ട്. 10-20 ചാനൽ വെച്ചവൻ ഈ ഒരാളുടെ 3 മില്യൺ ആകുമ്പോ വരാം എനിക്ക് എന്റെ ഒരു ചാനലിനകത്ത്. അപ്പൊ അടുത്ത് എത്താൻ നേരത്ത് അപ്പൊ ഇവൻ കണ്ട് ബാക്കി ഇവൻ പറയും 3 മില്യൺ ആയിക്കോട്ടെ എന്ത് ചെയ്തെന്ന് പറയും. അതെ, 3 മില്യൺ ആകുന്നതിന് മുമ്പേ കുറച്ച് സപ്പോർട്ട് നീ കണ്ട്. ഞാൻ ചാനൽ കറക്റ്റ് നോക്കാറുണ്ടായിരുന്നു. അപ്പൊ നോക്കിയപ്പോ 3 മില്യൺ ആവാറായി. അപ്പൊ നീ 20 ചാനൽ വെച്ച് അതിന് 3 മില്യൺ എത്ര ഉണ്ട്? 15, 19, 20 ഏകദേശം അത് കുറെ ഉണ്ട്. ഇവന്റെ ചാനൽ ഫോൺ എന്താണ് ഹാക്കായി സെറ്റായി ഇതായി കുളമായി പോയത്.
അപ്പൊ ഞാൻ പോയി സബ് അടിച്ചു വിട്ട്. ഇൻസ്റ്റ ഇൻഫ്ലുവൻസർ വന്നിരിക്കുന്നു, കണ്ടിട്ട് മനസ്സിലായി എനക്ക്. മനസ്സിലായി. വീഡിയോ അവന്റെ ഇൻസ്റ്റാ പേജ് കാണിച്ചു തരാം. ഞാൻ കണ്ടിട്ടുണ്ട്. ഹായ് ഹായ് ബോയ്സ്, ഞാൻ ഈ 2 കോഴികളെ എൻ്റെ പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ പൂച്ചകൾ അതിനെ ചിക്കൻ ഫ്രൈയോ ചിക്കൻ ലെഗ് പീസോ ചിക്കൻ വിങ്സ് ആക്കാൻ വേണ്ടിയുള്ള ഒടുക്കത്ത് ഉന്മേഷത്തിലാണ്. കണ്ടോ, ഒരു കോഴിയുടെ പുറകെ പോകുന്നുണ്ട് ഈ തണ്ടി വളഞ്ഞ് 2 എണ്ണം 3 എണ്ണം പല പുറകെ പോകുന്നുണ്ടോ. ഈ പെണ്ണിനെ ഒടുക്കത്ത് ഇതാ പിടിക്കാൻ വേണ്ടി. ഒരെണ്ണമാണ്, ഒരെണ്ണം പെണ്ണോ. എൻ്റെ ചിക്കനെ പിടിക്കൂടാ നീ. അവിടെ ആരാണെന്ന് നോക്കിയ ട്രെയിനർ കണ്ണാടിയിലൊക്കെ വരുന്നത്. ഓ ഓ ഓ യെസ്. ഇനി ആരെല്ലാം വരാൻ ബാക്കിയുണ്ടോ? എനിക്കുള്ള ഗിഫ്റ്റ് എനിക്കുള്ള ഗിഫ്റ്റ് ഒരു സൈസ് അവിടെ ഒരു ചോക്ലേറ്റ് ഇരിക്കുന്നുണ്ട്. നിനക്ക് കൂട്ടില്ല എന്ന് പറഞ്ഞു. കൂട്ടിനെ കൊണ്ട് തന്നിട്ടുണ്ട്. ഓർത്തോണം. പൊട്ടൻ നമ്മളോട് പറഞ്ഞാന്ന് നോക്കിയാടാ. കർമ്മ എന്തൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ വയസ്സ് ചോദിച്ചു 74 വയസ്സെന്ന് പറഞ്ഞു. വയസ്സ് 74. പ്രായം എടുത്തതായതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ പത്തനംതിട്ട പോയി. ബോയ്സ്, ഇതിനകത്ത് വെജിറ്റബിൾ ഓയിൽ ഒന്നും ഇല്ല കേട്ടോ. ഇതിനകത്ത് ഉള്ളത് എമൽസിഫയർ നാച്ചുറൽ ഫ്ലേവറിംഗ് സബ്സ്റ്റൻസ് ഒക്കെയാണ്. അവൻ അതെല്ലാം കരുതി മനസ്സിലാക്കി മേടിച്ചോണ്ട് വന്നത്. വെജിറ്റബിൾ ഇല്ലാത്തതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ആളുണ്ട്. ഞാൻ കഴിച്ചു നോക്കട്ടെ. അവൻ ചെയർ ചാലഞ്ച് ചെയ്യാൻ പോവുകയാണ്. കമോൺ 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 Come on, come on. Come on, you can do it. Come on. Come on. Oh. ചിലപ്പം വെയിറ്റ് കുറഞ്ഞു കാണും. നീ പൊക്കി കാണിക്ക്. നീ സ്ട്രെങ്ത് നിനക്ക് കൂടി ആൾക്കാർ കാണിച്ചു കൊടുക്ക്. നീ കാണിച്ചു കൊടുക്ക്. കണ്ടാ മുട്ടൊക്കെ കുത്തി എടുക്കണ കണ്ടാ. എടാ പൊക്കടാ. ഇവന്റെ പേര് ഇവനെ ആരായിരുന്നു? ഇവാസ്ട്രാർക്ക്. ഇവന്റെ ഒറിജിനൽ പേരെന്താ? ലക്ഷ്മണൻകുട്ടി. എന്റെ പേര് രാമൻകുട്ടി പൊക്കാൻ പോണ്. പൊങ്ങണില്ല എന്നല്ലേ പറയണേ. പൊങ്ങണില്ല എന്ന്. ആലപ്പുഴയിലും എറണാകുളത്തും എല്ലാരും മുക്കി പിടിച്ചിട്ട് പോലും മുങ്ങിയിട്ടില്ല. വെയിറ്റ് കുറേ സത്യം പറഞ്ഞാൽ ട്രൈ ചെയ്യടാ പൊക്കടാ. നിന്റെ ബാക്ക് അവന്റെ ബാക്ക് പോകാനാണോ കസറിന്റെ ബാക്ക് പോകാനാണോ? എനിക്ക് അവിടെ അല്ല, ഏറ്റവും താഴത്തെ പിടിക്കണ്ടേ. അല്ലല്ല ഏറ്റവും താഴെ കറക്റ്റ് ഇത് ഇവിടെ പിടിക്കണം. അവിടെ പിടിക്കും. അങ്ങനെയല്ല അച്ഛനും വന്ന് തക്കാളിയും പയറൊക്കെ. പയ്യനെ കണ്ട പൂച്ചക്ക് അതേ ഫുഡ് എടുത്തിട്ട് കാണാം. പട്ടാളോ അവനിന്ന് കാണാൻ വന്നേ. ആലുവന്ന് ബസ് കയറി രാവിലെ 9:30 എത്തി. എൻ്റെ ഒരു കൊറിയർ വന്നിട്ടുണ്ട്. എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. താങ്ക് യു. എന്താണെന്ന് നോക്കേണ്ടി വരും. അത് വല്ല ക്രീം വല്ലതായിരിക്കും. അത് ഹെയറിന്റെ ആടാ. എനിക്ക് എന്റെ ഹെയറിൽ തേക്കാലോ. പയ്യൻ സ്റ്റേറ്റ് ആം റെസ്ലർ ആണ് കേട്ടാ. പിന്നെ സ്റ്റേറ്റ് അല്ലേ? സ്റ്റേറ്റില് 4th കണ്ട. ജില്ല ഫസ്റ്റ്, സ്റ്റേറ്റ് 4th. പിടി പതുക്കെ പിടിക്കണം കേട്ടോ. അവന്റെ കൈ ഒടിച്ചു വിടരുത് നീ. പാവ ഗ്രിപ്പൊക്കെ പിടിച്ചു വെക്കുവാണല്ലോ.
ഇവൻ 14 അവൻ 28 കേട്ടാ. അവന്റെ ഡബിൾ പ്രായമുണ്ട് അവന്. ഇതെന്താണിത്? ഈക്വൽ ആണ് രണ്ടുപേരും. കൈ പിടിക്കുന്നത് ഓക്കെയാ. നിന്നെക്കാട്ടി 2 ഇരട്ടി പ്രായം ഉണ്ടാ. അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സന്ദർഭത്തിൽ നിനക്ക് പറ്റി പാടാൻ പറ്റിയ പാട്ടേതാ? വീണ്ടും ഒരു മുറിയും മീസയും മുറുകെ വന്നിറക്കം പിടിക്കാൻ തടുത്ത് നിർത്തിയത് കാടക്കോഴിനെ മേടിച്ചു. ഈ കൂടിന് പോരാതെ വരും. കാടക്കോഴി പറന്നു പോവാ. പറന്നു പോവാ. ആ കോഴിനെ മാത്രമായിട്ടൊന്നും പുറത്തിടാൻ പറ്റുന്നില്ല. അവർക്ക് പേടിയാണെന്ന് തോന്നുന്നു. അച്ഛൻ എത്ര എണ്ണ മേടിച്ചത്? അവര് പേടിച്ചെന്ന് തോന്നുന്നത് കണ്ടിട്ട്. അവരെല്ലാം എന്തുപോലെയായി. അവർക്ക് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. വേറെ കൂടെ മേടിക്കാം. അവര് പറഞ്ഞ് കാടക്കോഴി ഇരുന്നോളൂന്ന്. കാടക്കോഴി ഇരിക്കും, ഇവരൊന്നും ഇരിക്കുന്നില്ല. അച്ഛൻ ഒറ്റയടിക്ക് 5 കാടക്കോഴി, 5 എണ്ണം മേടിച്ച് 5 കറി 7 എണ്ണം. പേടിക്കണ്ട പേടിക്കണ്ട, ഞാൻ വേറൊരു ഇത് മേടിച്ചിട്ടുണ്ട്. വേറൊരുത്ത് അടുത്ത സ്നാക്ക് കിട്ടിയെന്ന്. അവരൊക്കെ ഉറങ്ങിയെന്ന് തോന്നുന്നു. വന്ന ഉടനെ കേറി പാത്രത്തിൽ കയറി ഇരുന്ന്. ഇവർക്ക് പറ്റത്തില്ല, ഇവർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പൂച്ച നോക്കുന്ന വേണ്ട, പുതിയ സാധനം കിട്ടിയെന്ന്. ഞാൻ കൊത്തു കൊടുക്കും, നോക്കിയോ. ദേ കൊത്തു കൊടുത്ത്. അമ്മ അത് കൊത്തുന്നമ്മ. അവൻ ഇവിടെ കൊത്തണ്ട, അവൻ തല്ലുന്നമ്മ എല്ലാരെയും. ഇപ്പൊ മൂട് മാറ്റി. അവരുടെ ഒരു കൂടും കൂടി മേടിച്ചോണ്ട് വരും. അവരവര് കുത്തുവാമ്മ, അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആധികാരികതയുള്ള ആൾക്കാരാ. ഫുൾ മണ്ണ് പുറത്താക്കിയല്ല അമ്മ. ഞാൻ ഇവിടെ സത്യം പറഞ്ഞാൽ ഫുൾ പൂഴിയല്ല. ഇവിടെ മണ്ണില്ല. മണ്ണുള്ളത് കുറച്ചത് ഇതിനകത്ത്. ഇച്ചിരി അതിന് ഒറ്റടിക്ക് ഇങ്ങനെ ചെയ്ത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവൻ ഫുഡ് കിട്ടോ നോക്കുക. വേറെ സൈഡിൽ ആൾക്കാർ വന്നിരിക്കുന്നൊന്നും ഇവർക്ക് മണ്ണൊന്നും കിട്ടാത്തതുകൊണ്ട് ഒരു പുളിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അച്ഛൻ ഈ കാടക്കോഴിനെ മുന്നോട്ട് വെച്ചിരിക്കുവായിരുന്നു. ഇങ്ങനത്തെ ഒരു ചതിവ് ചെയ്തില്ല. ആൾക്കാർക്ക് തന്നെ 2-3 പേർക്ക് നിൽക്കാൻ സൗകര്യമില്ല. അമ്മമാര് കണ്ടപ്പോ തന്നെ ഏത് തെണ്ടികളന്ന്. ഇല്ല, അവളുടെ ചിക്ക് നോക്കാം. അവയോ ഭയങ്കര ചിക്കില്ല 2 പേർക്ക്. ഞാൻ വിചാരിച്ചു അച്ഛനെ താണ്ട് ചിക്കൻ മേടിച്ചു വന്ന കവറിനകത്ത്. അവൻ മാടി വിളിക്കുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വന്ന് നീ മരണമായിരിക്കും ഇവിടെ. എന്തെങ്കിലുമൊക്കെ നടക്കും മിക്കവാറും. കഴിക്കോ? ഇതൊന്നും അല്ല കൂട് വേണ്ടത്. കൂട് വേണ്ടത് വേറെ വലിയ കൂട്. അമ്മ ഇവിടെ 6.25 സെന്റും. ഇവന്റെ മുക്കാലായാലും കൊള്ളാം. കുറെ കോഴികളും കുറെ പൂച്ചകളും എന്തായി തീരുവ. കോഴിയുടെ കൂട് ഇത് തന്നെ മതി. വലിയ കൂട് വാങ്ങിയിരുമോനെ. വലിയ കൂട് വാങ്ങാനാണ് ഇത് മതി. ഇവരെ ഞാൻ പിന്നെ കിറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇവരെ കൊണ്ടുപോയിട്ട് നമുക്ക് മാറ്റി കോഴിയായിട്ട് കൊണ്ടുവരാം. കുറെ പേരുണ്ടല്ലോ ഇത്. ആയില്ലേ? ഞാൻ മേടിച്ചിട്ടില്ല. ഇങ്ങനെ മേടിച്ചത് അവസാനം കമന്റ് ഉള്ളവരെല്ലാം എനിക്കിട്ട് ഇതാ ഞാൻ മേടിച്ചു കൊടുക്കുന്നതിന്. ആൾക്കാരൊക്കെ ഷോ കമന്റ് ഇട്ട് വെറുതെ ഞാൻ കൊടുക്കരുന്ന ഇപ്പം വിലക്കിരിക്കുമെന്ന് കാണുന്നവരൊക്കെ. അത് മനസ്സിലായി. ഈ വാസ്റ്റാർക്ക് മേടിച്ചു കൊടുക്കുന്ന ഫുട്ബോള് ഞാൻ വിലക്കിയിട്ടുണ്ട്. നിങ്ങൾ വിലക്കത്തില്ലെന്നല്ലേ പറഞ്ഞ. നിങ്ങൾ കാരണം ഇപ്പൊ ആ പിള്ളേരെ ഞാൻ മോന്തയ്ക്ക് പറഞ്ഞു വിട്ടത്. പക്ഷെ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം പറഞ്ഞാൽ ചെയ്ത് കൊടുത്തേക്കണം എന്നൊക്കെയല്ലേ. ഞാൻ കടയിൽ എത്തി കേട്ടാ. ചേച്ചി എല്ലാം പിന്നെയും വെക്കുന്ന ബോയ്സ്. അപ്പൊ ഇവിടെ കോഴി കുറച്ച് സെലക്ഷൻ ഉണ്ട്. ഇതിന് 2 പെയറിന് 600. ഫാൻസി ആയിട്ട് നല്ല വലിപ്പം വെക്കുന്ന കോഴി. പിന്നെ ഇത് നാടൻ കോഴിയാ. ഇത് വെച്ചാൽ ഇതും അവരുടെ സെയിം പ്രായമായിട്ട് ഇരുന്നോളൂ, കൊത്തത്തില്ല. ഇത് വലിപ്പം കൂടുതല. അപ്പൊ ഇവര് ചിലപ്പോ അവരെ കൊത്തും. ഇവര് ചെറുതാ, അപ്പൊ ഇവരെ കൊത്തും. പിന്നെ ഇത് ഫാൻസിയാ. ഇത്രയൊക്കെ ഉണ്ട്. എന്താ ഇത് കാക്കയാണ്? അമ്മേ എന്നാ വെളിച്ചത്ത് നോക്കിക്കേ. 2 വായിച്ചുള്ളൂ. ഇവര് ആവശ്യം അത്രക്ക് ചെറുതല്ല. അത്രക്ക് ചെറുതല്ല ഇവര്.
ഇച്ചിരി തീരെ ചെറുതാണ്. കുറച്ച് ചെറുതാണെന്നുള്ളു, നല്ല വലിപ്പം വെക്കുന്ന കോഴികളാ. നല്ല ക്യൂട്ടാണ്. പക്ഷെ അവര് സമ്മതിക്കുവാ? അവരൊക്കെ സമ്മതിക്കും. നീ എന്താണ് നാടൻ വാങ്ങാഞ്ഞാ? നാടൻ ഒരു ലുക്കില്ല. നാടൻ 2 വാങ്ങായിരുന്നല്ല. ഒരെണ്ണം പെട ഒരെണ്ണം പൂവും കേട്ടാ. ഞാൻ വീഡിയോ കോൾ ചെയ്തായിരുന്നില്ല, നാടൻ 2 മേടിക്കണോന്ന് പറയാം. നാടൻ ഫുൾ കറി അതായിരുന്നു നല്ലത്. അത് ഞാൻ പിന്നെ മേടിക്കാം. 2 ഉണ്ട് അതിനകത്ത്. എടുക്കാൻ വരണത്തിന് അവർക്ക് തൊപ്പിയൊക്കെ ഉണ്ട് കാലൊക്കെ കേട്ടാ. ആ അവര് കൊത്തത്തില്ല. ഒരെണ്ണം കൂടി ഉണ്ട് ഇതിനകത്ത്. അകത്തോട്ട് നോക്കും. ഇവർക്കൊരു കുഴപ്പമില്ല, എക്സെപ്റ്റഡ്. അവൻ ചെറുതായിട്ടൊന്നും ചിന്തിക്കുന്നുണ്ട് എന്ത് ചെയ്യണോ ഈ ആൾക്കാരെ. പക്ഷെ അവൻ അക്സെപ്റ്റ് ചെയ്ത്, അവർക്ക് പേടിയൊന്നുമില്ല. അല്ലെ പിന്നെ നാടനെ കൂടെ 2 വാങ്ങിച്ചു വിടായിരുന്ന. ഏതായാലും ഇതിന് മെനക്കെടുവല്ലേ. ഈ നിങ്ങൾ ഈ അച്ഛനും ഇത് കോഴി ഫാം തുടങ്ങാനാണോ ഇനി ഇവിടെ? അതല്ലടാ, അതിവരെന്ന് പറഞ്ഞ അവർക്കൊക്കെ നാടനാകുമ്പോ പക്ഷെ 3 ആണാ 1 പെണ്ണാ. അസുഖം വരത്തില്ല അത്ര. ഈ മേടിച്ചതെല്ലാം അത് പൂവനായിരിക്കും എന്നാ അവര് പറയുന്ന. ഇത് മേടിച്ച് അവരെപ്പോഴും പൂവനാ. അപ്പൊ ഒരുത്തൻ ഇവിടെയും പൂവനുണ്ട്. അപ്പൊ 3 പൂവൻ 1 പെട. പിന്നെ അവർക്ക് സോക്സ് ഒക്കെ ഉണ്ടല്ലോടാ. ഉണ്ട് കാലില് ഫാൻസിയാ. അത് രസാണ് കേട്ടാ. ഇപ്പൊ എന്താണേലും നീ പോയത് നാടൻ കോഴി 2 മണിക്കാണ്. ഫോൺ ചെയ്ത് പറഞ്ഞ അത് തന്നെ അല്ലായിരുന്നു. നീ നാടനും വാങ്ങാനാ? ഇവിടെ കൂട്ടിൽ വല്ല മുട്ടയും കിടക്കുന്നല്ലേ ഒരു രസം കാണാൻ. അപ്പൊ 2 പെട വാങ്ങാനാ? 2 പെടേനെ കൂടെ വാങ്ങിയത്. ഈ അമ്മ നോക്കുവോ ഇതൊക്കെ? അവിടെ ചെന്നിട്ടേ സ്ഥലം മേടിച്ചിട്ട് അവിടെ വലിയൊരു സാധനം ഇവിടെ അപ്പിട്ടിട്ടാണ് ഇനി കുളം നമ്മള് അന്വേഷിക്കേണ്ടത്. മറ്റേ കാടൻ കോഴി 500 രൂപയായിരുന്നു 5 എണ്ണം. ഓക്കെ. ഇത് ഒരു പേര് 600. അതുപോലെ ഞാൻ പിന്നെയും കടയിലെത്തി. അമ്മയ്ക്ക് നാടൻ കോഴി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെടക്കോഴി മേടിക്കാൻ വേണ്ടി പിന്നെയും വന്നു. 2 ഓൾറെഡി മേടിച്ചു. അത് മീഡിയം സൈസ്. പിന്നെ ആ ചെറിയ സൈസ് 2 മേടിക്കണം. ആ ചെറിയത് ഇപ്പുറത്തിരിക്കുന്നത് ഇതെന്തുവാ? നാടൻ തന്നെ. ഇതിന് അല്ല, ഇത് മാറ്റിയിട്ടോളാം. ഇത് പെട തരാവാ? പറയാൻ പറ്റത്തില്ലേ? ആ ചേച്ചി ഒരു ഊഹത്തിൽ കറക്കി കുത്തിയിട്. വീട് ഫുള്ള് ഒരു പോൾട്രി ഫാം ആവാൻ തോന്നുന്നു. പോൾട്രി അല്ലേ പറയുന്നത്? ആ കളർ ഒരു ബ്ലാക്കും ഇതും എടുത്തു. 2 എടുത്തിട്ടുണ്ട്. ഇതിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് കോഴിപ്പിടുത്തമായിരുന്നു. നമ്മൾ വീട്ടിലെത്തി. നമ്മുടെ ചിക്കൻസ് ഒക്കെ ആയിട്ട് എന്റെ ചിക്കൻ ഫാം തുടങ്ങാൻ പോകുന്നത്. അബദ്ധവശം ഒരു ചിക്കൻ കിട്ടുവാന്നും പറഞ്ഞ് നോക്കിയിരുന്നേ അവൻ പൊക്കത്തിരിപ്പുണ്ട്. തേണ്ടി എല്ലാരെയും വെക്കാനാ. കുഞ്ഞുങ്ങൾക്ക് ഇത് കുഞ്ഞുങ്ങൾക്ക് അരി പൊടിച്ചു കൊടുക്കണം. പക്ഷെ ഇവരെ അകത്ത് വെച്ച കൊത്തു വന്ന്. ആര് പറയുന്നു? ആ വലിയവര്. നോക്കാല്ലോ. ചെറുതിനാ കൊട്ടയ്ക്കകത്ത് വെക്കാം. കൊട്ടയ്ക്കകത്ത് വെച്ച് മണ്ണിട്ട് കൊട്ടയ്ക്കകത്ത് വെച്ച് അവിടെ സേഫ്റ്റ് ആക്കാം. ചെറുത് തീരെ ചെറുതാണെന്ന് തോന്നുന്നു. ഇത് പെടയാണോ ആണോന്ന് പറയാൻ പറ്റത്തില്ല കേട്ടാ, ചെറുതായതുകൊണ്ട്. മറ്റേതാ? അത് 2 പെട. ഓ ഡിസൈൻ ഒക്കെ ഉണ്ട് കേട്ടാ. സുന്ദരിയാണല്ലാടാ, സുന്ദരിയാണ് കേട്ടാ. കൊള്ളാം. ഇവള് പെട. പെട നോക്കി എടുത്തു. കറക്റ്റ് പെട. അതിനകത്തോട്ട് കിട്ടും. ഒരുത്തനെ എടുത്ത് മാറ്റാ പൊക്കത്തുള്ളവനെ. അവനെ കിട്ടുക. ഒത്തിരി പേരെ വെറൈറ്റി ആൾക്കാരെ കൊണ്ടുപോയി അവൻ ജീവനും കൊണ്ട് ഓടി. കൊത്തുന്നുണ്ട് കേട്ടാ പൂവൻ. അവരാണ് ഇച്ചിരി അവരുമായിട്ട് ഇപ്പൊ സൂട്ടായി. ഇതിനകത്തോട്ട് വെച്ചാൽ സെറ്റ് ആവാന്ന് അറിയില്ല. നോക്ക്. ഇറക്കിറക്കി. ഒരുപാട് ചെറുതാണ് കേട്ടാ. പറഞ്ഞു. തള്ളയുടെ ചൂട് വേണ്ടേണല്ലേ ഇവർക്ക്? തള്ളയുടെ ചൂട് വേണ്ടേനല്ല. ഒരു തീരെ ചെറുതാണ് കേട്ടാ. അവര് വേറെ മൊത്തത്തിലെന്ന് തോന്നി. ഈ വല്യവനെ മാത്രം പേടിച്ചാൽ മതി. ഇവരുടെ പ്രായക്കാരില്ലായിരുന്നാടാ? അവരുടെ പ്രായക്കാരില്ലായിരുന്നു. ഇപ്പൊ പല പ്രായക്കാരുണ്ട് ഇവിടെ. ഓരോ സ്റ്റേജുള്ള ലൈഫിലുള്ള ആൾക്കാര്. സമയമായി നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയിരിക്കുന്നു. സ്റ്റാർക്കുണ്ട് സൈഡിൽ. പോയി നമുക്ക് എന്തെങ്കിലും കഴിക്കത്തെങ്കിലും. അതിപ്പം ഞാൻ ചോറ് ഊണ് കഴിക്കാമെന്ന് വിചാരിച്ച് അവനെ ഊണാക്കിയിട്ടുണ്ട്. അവനിപ്പോൾ പൊറോട്ട വരും. അവനെന്താ തളർന്നു ഓൾറെഡി. ക്ഷീണിച്ച് വയ്യ. അശോകന് ക്ഷീണമാകാം. ഞാനിപ്പോൾ കോഴി കൂടിന് വേണ്ടി ഒരു കടയിൽ വന്നിരിക്കുക ചേട്ടാ. ഇവിടെ കുറേയേറെ കൂടുണ്ട്. ചേട്ടൻ ഇവിടെ കൂട് പണിയുന്നത്. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ഇത് 7-8 കോഴിക്ക് പറ്റുന്നത് ഈ ഒരു പട്ടിക്കൂടിൻ്റെ സൈസിലുള്ളൊരു കോഴിക്കൂടുണ്ട്. പിന്നെ ഇതല്ലാതെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ കൂടും കൂടി ഉണ്ട്. ഇതാണ് 5 അടി ഉണ്ടെന്ന് തോന്നുന്നു. ഏകദേശം നല്ല വലിപ്പമുള്ളത്. ഇവിടെ അവിടം വരെ പിന്നെ പുറയിലോട്ടും ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചുമന്ന സംഭവം കണ്ട. അതിനകത്തൊക്കെ വെള്ളം വരുന്നതാണെന്ന് തോന്നുന്നു. പൊക്കത്തിന് ബക്കറ്റിൽ നിന്ന് വെള്ളം വന്ന കോഴികൾ കുടിക്കാൻ പറ്റും. ഇത് ഏകദേശം പുറകിലൊക്കെ ഫീഡ് ചെയ്യാനൊക്കെ പറ്റിയ ഇത്ര വലിപ്പമുള്ള ഫീഡൊക്കെ ഉള്ളത്. ഫീഡ് മുട്ടയൊക്കെ ഉരുണ്ടൊക്കെ വരും എന്ന് പറയുന്നു. അപ്പോൾ ഇത്ര ഉള്ളൊരു കൂടാ. നിങ്ങളെന്തായാലും എൻ്റെ കമൻറ്റിൽ പറ അവർക്ക് ഏത് കൂട് വേണമെന്ന്. അത് വേണം ഇത് വേണമെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും അത് നാളത്തേക്ക് സെറ്റാക്കാം. ചേട്ടനിക്ക് പറഞ്ഞു വെക്കാൻ. ഇത് നമ്മള് പയ്യൻ പോവുകയാണല്ലേ. ഗഡിനെ പിന്നെ കാണണം. ആ അപ്പൊ അവന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചേറെ ദൂരമായിരുന്നു അല്ലേ? ആ വീട്ടിൽ കൊണ്ടുവരണോ? വേണ്ടേ? എന്താ ഗഡി, ഞാൻ വരാം. ആ അങ്ങനെയാണല്ലേ. അപ്പൊ ശരി, കാണാം. ബൈ.
ഇത് നിങ്ങൾ ചെയ്തേ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ ഈ ട്രോളിന്റെ കാര്യം. ഇത് എനിക്ക് അറിയായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ട്രോളിന്റെ കാര്യം. ബോയ്സ്, നമ്മൾ പിന്നെയും വിങ് കൾച്ചറിൽ വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം നമ്മുടെ ഇൻസ്റ്റാ ഇൻഫ്ലുവൻസർ കഴിക്കാൻ പോകുന്നു. നമ്മുടെ ഇവ സ്റ്റാർക്ക് WTF ഡയറക്റ്റ് 10th ലെവൽ ഒന്നും ഇല്ല, ഡയറക്റ്റ് കയറി പൊക്കത്തോടിച്ചിരിക്കുക. വേണ്ട വന്ന് ഇവരുടെ ഇപ്പൊ കട എത്ര വട്ടം ഞാൻ കാണിച്ചിട്ടൊന്നും അറിയത്തില്ല. നീ റെഡിയല്ലേ? ഇതൊക്കെ എന്ത് വേണ്ട, ഇതൊക്കെ ഒന്നുമില്ല. ഓ വടിച്ചു തിരിക്കല്ലേ, വടിച്ചു തിന്നിരിക്കും. ഓ അവിടെ സൈനൊക്കെ ചെയ്യണം. വാ, അടുത്ത ആള് വന്നിരിക്കുകയാണ്. അവനെ WTF കഴിക്കുക കേട്ടോ. അവിടത്തേക്ക് കറക്റ്റ് പ്രോപ്പർ ഫ്ലേവർ കേട്ടാ. കുറച്ചൊന്നും കൊടുക്കരുത് ആർക്കും. എന്താ സൈനം കണ്ട് ചെയ്യണ്ടേ? സൈൻ ചെയ്യുന്നത് അതാണ്. റീഡ് ചെയ്ത് ഒപ്പിട്ട് കൊടുക്കാൻ. ഫുഡ് വന്നു. ഇപ്രാവശ്യം നിങ്ങൾ ഡിസപ്പോയിന്റ് ആകത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഡിസപ്പോയിന്റ് ആയി. ബർഗർ വേറെ ഇങ്ങോട്ട് വന്നു. കണ്ട അത്രേ ഉള്ളൂ. വെറും 3 മിനിറ്റ് ടൈമറൊക്കെ തരും. കാഴ്ച തീർത്താൽ മതി. ചൂടാറിയിട്ട് മതി. നമ്മൾ പിന്നെ ഒരാളെ കൺവിൻസ് ചെയ്തിരിക്കുകയാണ്. എന്ത് പറ്റും നമുക്ക് നോക്കാം. കഴിക്കാൻ പോവാണ്. 3 മിനിറ്റ് ടൈമർ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ടൈമർ സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്ന് പെട്ടെന്ന് 10 കഴിച്ചു തീർക്കണം. അടിച്ച് എരിവൊന്നുമില്ല. പെട്ടെന്ന് കഴിച്ചോ. സ്പീഡില് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യേണ്ടതാ. രണ്ടാമത്തെ എത്തിയില്ലേ നീ? ഫുള്ള് ക്ലീൻ ആക്കണോടാ. അത് സമ്മതിച്ച് കൈ പൊള്ളുന്നുണ്ട്. കൈ എന്താ പൊള്ളുന്നത്? കഴിച്ചു കഴിച്ചു പെട്ടെന്ന് കഴി. എന്നെ കൊണ്ട് പറ്റും. അവരെല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ട് റിസൾട്ടിന് വേണ്ടി. നോക്കി എരിവൊന്നും ഇല്ലല്ലോടാ. എരിവൊന്നും ഇല്ല. ഇവൻ മടിച്ചില്ലെന്ന് പറഞ്ഞത്. കുറച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. കൈ പൊള്ളുന്നുണ്ട്. ഇവിടെ കാന്താര എരിവേ ഉള്ളല്ലേ? കഴിച്ചു തീർക്ക്. കരയുന്നു എന്തിനാടാ? ഇനിയുണ്ട്. നീ അല്ലേ പറഞ്ഞത് സമയമില്ല ഇതാക്കരുതെന്ന്? കണ്ണി തേക്കരുത്, കണ്ണുകൾ തേക്കരുത്. നീ കഴിച്ചു തീർക്ക്. കുഴപ്പമില്ല, കഴിച്ചു തീർത്തിട്ട് ഇറങ്ങിയാ മതി ഇവിടുന്ന്. നീ പഠിച്ചിട്ടേ പോകത്തുള്ളൂ പറഞ്ഞതാ. ടൈം തീരുന്നു. വടിച്ചിട്ടേ പോകലെന്നാ പറഞ്ഞേ. വടിച്ചിട്ട് നോക്കോ. കണ്ണുനീരല്ല പഠിക്കണത്. ഫുഡ് മടി. ഇനി നല്ല കൂടി ഉണ്ട്. കംപ്ലീറ്റ് ഒരെണ്ണമാ വേണ അത് പറഞ്ഞ കഴി. തോറ്റ വെള്ളം കുടിക്കാം. ഇവളെന്തിനാണ് കഴിക്കാൻ താല്പര്യപ്പെടുന്നത്? ഇത് അവള് കഴിച്ചടാ. എടാ ഇവന്റെ കോലക്കിട്ട് നിനക്ക് മനസ്സിലായി. നീ എന്തിനാ കഴിക്കും? എന്തിനാണ് ഇവനൊന്നും ഇല്ല. ഇവൾക്ക് ഞാൻ എടുത്താൽ മതിയായിരുന്നു. എനിക്ക് കേട്ടോ. ഇവളെന്താ ബിഞ്ച് ഈറ്റിങ്ങിന് വന്നതാണോ? എരിയുന്നില്ല നിനക്ക്? ഇതെന്തോ പറ്റുന്ന ഇവിടെ. എടാ നീ ഇതെന്തോ നടക്കുന്ന ഇവിടെ? പരത്തില്ലേ? അവളുടെ കണ്ണിന്ന് വെള്ളം വരുന്നില്ല. പക്ഷെ എനിക്ക് വെള്ളം വിളിച്ചിരിക്കില്ല. എന്താണ് എരിവ് കുറഞ്ഞ? എനിക്ക് കഴിച്ചോക്കേണ്ടി വരും കേട്ടോ. ഇതൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ ചാർജ് കൊടുക്കണം. അവൾ കഴിക്കുമല്ലേ? ഇനി ചാർജ് കൊടുക്ക. എരിയുന്നാടാ ഇപ്പൊ? എരി മാറിക്കാണോ അല്ലേ? എരിവ് കുറവാണോടാ? കുറവാണോ? പിന്നെ ഇവിടെ പുഷ്പം പോലെ കഴിക്കുന്നത്. നീ കണ്ണുനീര് ഒലിപ്പിച്ച് കണ്ണുനീര് തുടച്ചിട്ട് പോകുന്നത്. മടിച്ചു കഴിക്കുന്നത് പറഞ്ഞിട്ട്. ഇതെന്താണ് ഇവിടെ ഇങ്ങനെ കഴിക്കുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും എന്നെ. സ്പൈസ് സെൻസർ അല്ലേ? അവൾക്ക് ഫുഡ് കിട്ടാത്തതൊക്കെ കഴിക്കുന്നു.
ഇനി നമ്മൾക്ക് പറയാൻ സ്കോപ്പില്ല ഇവിടെ. ഞാനൊന്നും പറയുന്നില്ല ഇനിയൊന്നും പറയണം വിട്ടായിരുന്നാല്. എപ്പോഴും ചെയ്യും. ഇവിടെ എരിവ് കുറവാണെന്നാ ഇല്ലെന്ന് ഞാൻ ഡൗട്ട് ഒന്ന് ക്ലിയർ ആക്കട്ടെ. ഒന്നുമില്ലേ? സമ്മതിക്കേണ്ടി ഉമ്മിനെ വിളിക്കേണ്ടി എരിവ് വരെ എത്ര നേരം വെയിറ്റ് ചെയ്യണം? നിങ്ങളെല്ലാം പറയിച്ചിട്ടേക്ക്. അവള് 2-3 മിനിറ്റ് ആയിട്ട് കഴിക്കുമായിരുന്നു. ഇനിയും വെയിറ്റ് ചെയ്യണോ? ഷെഫിന് എരിവ് പോരെ. വേറെ എരിവില്ലാത്ത സാധനം ഉണ്ടാക്കണത്. എന്റെ ടൈം വേസ്റ്റ് ചെയ്ത്. എന്ത് മീൻകറി? ഞങ്ങളുടെ നാട്ടിൽ ഈ മീൻകറി ഒന്നും ഇല്ല. ഉമ്മിനെ വിളിക്കേണ്ടി വരും കേട്ടാ. ഞാൻ സ്വസ്ഥമായിട്ട് വന്നതല്ലേ. ഒരു കുഴപ്പമില്ല. എനിക്ക് ഇതുവരെ മനസ്സിലായില്ലേ? എനിക്ക് ട്രോൾ ആകാൻ വേണ്ടി മണിക്കൂർ ചെയ്താ. നല്ല എരിവ് കൂടുമ്പോ എന്നെ കണ്ണീര് വെള്ളം വരും, മിക്കിള് വരും, ബാക്ക് വരും. എന്ന് വെച്ചാ ഞാൻ ഇവിടെ വന്ന് കണ്ണീന്ന് വെള്ളം കണ്ണീന്ന് വെള്ളം ഇറങ്ങി ഇക്കെടുത്താൽ ഇത് കഴിച്ചിട്ടില്ല. ഇത് എരിവില്ല, ഇത് കുറവാ. ഇത് കാന്താരിക്കുള്ള എരിവല്ലോ. അന്ന് ഇക്കളെടുത്ത് എന്റെ നല്ല എരിവായിരുന്നു. ഇവൻ 10 കഴിച്ചത്, WT മറ്റാണ് കഴിച്ചത്. ദൈവമേ ഈ പെണ്ണെ വോയിസ് ചെക്കിങ് നടക്കുകയാണ്. ആ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ പോസ്റ്റ് ആയതാ. സാർ ചെക്ക് ചെയ്യുകയാണ്. വല്ല എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാനും ഷോക്കായാണ്. ഫ്രിസ്ബിയും ലൈറ്റും ഇതൊക്കെ ഉള്ളൂ. അവരവിടെ നിന്ന് സൈഡിൽ കൂടി പോകുമായിരുന്നു. അപ്പോൾ ഒന്ന് റെക്കോർഡ് ചെയ്ത് അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തതാണ്. അതിനകത്ത് ഇവാ സ്റ്റാർക്കൊക്കെ വയറിനകത്ത് ആന്തല് പിടിച്ച് കിടക്കുക. സ്റ്റാർക്ക് അവിടെ എന്താണെന്ന് നടക്കുന്നത്? സ്റ്റാർക്ക് ഫുള്ളും പൊള്ളി കിടക്കുകയാണ്. വല്ലതും കിട്ടുമോ? എറണാകുളത്തായതുകൊണ്ട് ഉള്ള സ്വാഭാവികമായ ഡൗട്ടായിരിക്കും, എനിക്കറിയില്ല. അവര് പോയി. എന്റെ പൈസയൊക്കെ എടുത്ത് പുറത്തിട്ടു. ഇത് 4-5 ദിവസം മുമ്പേ ആയിരുന്നെങ്കിൽ ലക്ഷങ്ങൾ ഉണ്ടായിരുന്നു ഇതിനകത്ത്. സൂപ്പർ ആയിരുന്നു. കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ അതിനകത്ത് കലക്കി കുടിച്ചെല്ലാം ചോദിക്കേണ്ടി വരും. ഇതിനെ കലക്കി കുടിച്ചിട്ട് വല്ലോ 2 ദിവസം ഞാൻ സീരിയസ് പറയാം. എല്ലാരെയും നമ്മളെല്ലാം സ്റ്റേഷനിൽ പോയിരുന്നിട്ട് ആ പൈസ കണക്ക് പറയേണ്ടി വരും. ഇതൊരു 50 മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു ഭാഗ്യവശാൽ. അത് 5000. മറ്റേത് 15 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അതൊരു പാടുപെട്ട് ഞാൻ വേറെ കേസിലു എന്നെ കൊണ്ട് ഊതിച്ചപ്പോഴേ വയറിന്റെ പുള്ളി എന്നോട് ചോദിച്ചു ഇത് ഇടയ്ക്ക് വന്നിട്ട് എന്തോ കലക്കി കുടിച്ചേ. പുള്ളി കൈന്നെടുത്ത് എന്തോ കലക്കി കുടിച്ചേ. സാറേ ഇതാണ് മറ്റേ യോഗട്ടാണ്. അത് ഞാൻ പറയാൻ പോയതാ. അത് കളഞ്ഞേക്കെ സാറേ. പിന്നെ വേണ്ട, പിന്നെ സമയം ശരിയല്ലെങ്കിലേ നമ്മള് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ അല്ലെങ്കിൽ തന്നെ ഞാനൊരു അഡ്ജസ്റ്റ് ചെയ്തിരിക്കുവാണ്. ഇതൊന്നും അല്ലെങ്കിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ പൊട്ടും. എന്റെ ഊതാൻ പറഞ്ഞില്ല, അറിയത്തില്ല. പറഞ്ഞില്ല. നിന്നെ അവർക്കൊന്ന് ഊതിപ്പിക്കായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. ഊതി കണ്ടറിയാൻ കുടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇത് പ്രത്യേകതരം മിൽമയാണ്. എരിഞ്ഞിട്ടായിരിക്കും. ഇവിടെ ഇന്നലെ ഹോസ്റ്റലിൽ വിട്ടേക്കാം. നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത പ്രാവശ്യം പോലീസുകാർ വന്നാൽ പിന്നെ ഇടാം. ഐ ഹോപ്പ് യു ഗൈസ് ഹാവ് എ വണ്ടർഫുൾ ഡേ, വണ്ടർഫുൾ ലൈഫ്. I'll see you guys next time. Take care. Peace.